യേശു കപടഭക്തിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ദൈവഭയത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ഫരിസേയരുടെ കപടഭക്തി എന്ന പുളിച്ചമാവിനെക്കുറിച്ച് സൂക്ഷിക്കാനാണ് യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. രഹസ്യമായിരിക്കുന്നതൊന്നും വെളിച്ചത്തു വരാതിരിക്കുകയില്ല. അതിനാൽ മനുഷ്യരെ ഭയപ്പെടാതെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. ഓരോ കാക്കയുടെ കാര്യത്തിലും ശ്രദ്ധാലുവായ ദൈവം തന്റെ മക്കളെ എത്രയധികം കരുതുന്നുവെന്നും യേശു ഉറപ്പു നൽകുന്നു. മാതാവായ മറിയത്തിന്റെ ജീവിതത്തിൽ ഈ വചനം പ്രതിഫലിക്കുന്നത് മറിയം ഒരിക്കലും കപടഭക്തിക്ക് അടിമപ്പെട്ടില്ല എന്നതിലാണ്. അവൾ മനുഷ്യരുടെ മുമ്പിൽ വലിയവളാകാൻ ശ്രമിക്കാതെ വിനയത്തോടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചു. ഇതാ കർത്താവിന്റെ ദാസി എന്ന മറിയത്തിന്റെ പ്രതികരണം ദൈവഭയത്തിലും സത്യത്തിലുള്ള വിനയം, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിലുമുള്ള ജീവിതമാണ്. ജപമാലയുടെ പ്രാധാന്യം ഈ ഭാഗവുമായി ബന്ധിപ്പിക്കുമ്പോൾ കപടഭക്തിയിൽ നിന്ന് അകന്ന് ആന്തരികമായ സത്യസന്ധതയോടെ ദൈവത്തെ സമീപിക്കാൻ ജപമാല നമ്മെ സഹായിക്കുന്നു. ജപമാല ചൊല്ലുന്നത് ബാഹ്യമായ പ്രകടനത്തിനല്ല, മറിച്ച് ക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ ധ്യാനിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും വളരാനാണ്. 5 കാക്കകളെപ്പോലും ശ്രദ്ധിക്കുന്ന ദൈവം നമ്മെ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ജപമാല നമ്മെ ശക്തിപ്പെടുത്തുന്നു.